പത്മകുമാർ അനുസ്മരണം നടത്തി. CPIM AC അംഗവും DYFI ബ്ലോക്ക് സെക്രട്ടറിയും 15 വർഷം തദ്ദേശ ഭരണ സ്ഥാപന ജനപ്രതിനിധിയുമായി നിറസാന്നിധ്യമായിരുന്ന അന്തരിച്ച പത്മകുമാറിന്റെ 4ാം ചരമ വാർഷികാനുസ്മരണ യോഗത്തിന്റെ ഉദ്ഘാടനം UR പ്രദീപ് MLA നിർവഹിച്ചു. ലോക്കൽ സെക്രട്ടറി ശോഭന രാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ KM അസീസ് അധ്യക്ഷത വഹിച്ചു. KP ശ്രീജയൻ, എളനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജോർജ്, അമൽരാജ്, മറ്റ് DYFI CPM പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. പഴയന്നൂരിൽ CPIMന്റെ വളർച്ചയ്ക്ക് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിത്വത്തിന് ഉടമയാണ് പത്മകുമാറെന്നും പഴയന്നൂരിലെ വെള്ളക്കെട്ടിനെതിരെ ചളിവെള്ളം മുക്കിക്കുളിച്ച് സമരം നടത്തി ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ വ്യക്തിയായിരുന്നു പത്മകുമാറെന്ന് MLA UR പ്രദീപ് പറഞ്ഞു. പത്മകുമാർ കുളിച്ച് പ്രതിഷേധിച്ചു. പഴയന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെള്ളക്കെട്ട് ജനജീവിതത്തെയും ബാധിച്ചു. ഇന്ന് ഉച്ചയോടെയാണ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് മുട്ടപ്പം വെള്ളം പൊങ്ങിയത്. ഇത് കാരണം ബസ് യാത്രക്കാർ, സ്കൂൾ കുട്ടികൾ അടക്കമുള്ളവർ വെള്ളത്തിൽ നീന്തിയാണ് ബസ് കയറാൻ കഴിഞ്ഞത്. ഇരുചക്ര വാഹനക്കാരെയും വെള്ളക്കെട്ട് ബാധിച്ചു. സ്വകാര്യ വ്യക്തികൾ കെട്ടിടം പണിയാൻ വേണ്ടി കാനകൾ നികത്തിയതും ഉള്ള കാനകൾ മുഴുവൻ ഒഴുക്ക് നിലച്ചതിനാലും വെള്ളം ഒഴുകിപ്പോകാൻ സാധിക്കാത്തതുമാണ് വെള്ളക്കെട്ട് രൂക്ഷമാക്കിയത്. മഴയ്ക്ക് മുമ്പ് കാനകൾ വൃത്തിയാക്കുന്നതിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്നുള്ള അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷാംഗം M പത്മകുമാർ വെള്ളക്കെട്ടിൽ മുങ്ങിക്കുളിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി. കുളിയുടെ ഉദ്ഘാടനം CPIM ലോക്കൽ സെക്രട്ടറി NM ശ്രീനിവാസൻ നിർവഹിച്ചു. ഏതാണ്ട് 1 കോടി രൂപ പഴയന്നൂർ അങ്ങാടിയിലെ കാന വൃത്തിയാക്കുന്നതിന് വേണ്ടി നീക്കിവെച്ച് പഴയന്നൂർ അങ്ങാടിയിലെ കാന നന്നാക്കുമെന്ന പ്രഖ്യാപനമാണ് പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ സ്വീകരിച്ചത്. എന്നാൽ ആ സംഖ്യ കൃത്യമായി ചെലവഴിക്കാതെ പഴയന്നൂർ അങ്ങാടിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. നാട്ടിലെ കാന വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി സ്വീകരിക്കുന്നില്ല. കാന നന്നാക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണമെന്നും പഴയന്നൂരിലെ വെള്ളക്കെട്ട് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നും അശാസ്ത്രീയമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കാന, കയ്യേറ്റക്കാരെ സഹായിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കാന, അത് എത്രത്തോളം ജനവിരുദ്ധമാണെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഈ വെള്ളക്കെട്ട് ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. തൊട്ടപ്പുറത്തെ ആളുകളെ, വിജയലക്ഷ്മി ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകളെ ദ്രോഹിക്കുന്ന സമീപനമാണ് പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ യുദ്ധമാണ്. ഇതിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. പ്രതീകാത്മകമായി ഈ ചെളി നിറഞ്ഞ വെള്ളത്തിൽ സ്കൂൾ കുട്ടികൾ, പാവം പെൺകുട്ടികൾ ഉൾപ്പെടെ, ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെ നടക്കാൻ കഴിയാത്ത തരത്തിൽ വല്ലാത്ത പ്രതിസന്ധി രൂപപ്പെടുമ്പോൾ അതിനെതിരെ പ്രതീകാത്മകമായി ഈ ചെളിവെള്ളത്തിൽ കുളിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധം, CPMന്റെ പ്രതിഷേധം, പഞ്ചായത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. വർഷം തികയാണ്. 2020 ഡിസംബർ 14-നാണ് സഖാവ് നമ്മളെ വിട്ടുപിരിയുന്നത്. നമുക്കറിയാം, പഴയന്നൂരിൽ സഖാവ് പത്മകുമാറിൻ്റെ തൻ്റേതായ വ്യക്തി മുദ്ര പതിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ സഖാവ് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. 2010-15 കാലയളവിൽ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി, അതിനുശേഷം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായി 3 പ്രാവശ്യം 3 ടേം ജനപ്രതിനിധിയായി ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നതിന് വേണ്ടിയെല്ലാം വലിയ ഒരു പങ്ക് വഹിച്ച സഖാവാണ് സഖാവ് പപ്പൻ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ നമ്മളുടെ പ്രസ്ഥാനത്തിലേക്ക് വന്ന് DYFI ഉണ്ടാക്കുന്നതിന് വേണ്ടി ചേലക്കര മണ്ഡലത്തിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ട് DYFIയുടെ ചേലക്കര അമരക്കാരനായി, അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ DYFIയുടെ ഭാരവാഹിയായി, അങ്ങനെ നമ്മളുടെ പാർട്ടിയുടെ, നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയും ഒട്ടനവധി പ്രവർത്തനങ്ങളും പാർട്ടിക്ക് മുതൽക്കൂട്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിലൊന്ന്, പഴയന്നൂരിൽ അന്യാധീനപ്പെട്ട് കിടന്നിരുന്ന ഒരു സ്ഥലം കണ്ടെത്തി അതിന് സർക്കാരിൻ്റെ അനുമതി വാങ്ങി, അതിനുശേഷം പഴയന്നൂരിൻ്റെ ചരിത്രത്തിൽ ആർക്കും സ്വപ്നം പോലും കാണാൻ കഴിയാൻ പറ്റാത്ത ഒരു ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മേള നടത്തി. അങ്ങനെ അവിടെ കെട്ടിടം പണിതു. ആ വായനശാല ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ കാർഷികേതര സഹകരണ സംഘം, നമ്മുടെ ഇപ്പോഴത്തെ പരസ്പര സഹായ സഹകരണ സംഘം, പപ്പൻ്റെ ഇടപെടലുകൾ നല്ലൊരു ഇടപെടൽ അതിനുണ്ടായിട്ടുണ്ട്. അതുപോലെ 2 പാർട്ട് സൊസൈറ്റി
ഒന്ന് കല്ലേപ്പാടത്താണെങ്കിലും ഒന്ന് പഴയന്നൂരാണെങ്കിലും. പക്ഷേ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സത്യത്തിൽ ഞാൻ വിചാരിച്ചതൊക്കെ എന്തോ ഒരു വലിയ സംഭവമാണ് എന്നുള്ളൊരു ധാരണയായിരുന്നു അദ്ദേഹത്തിന്. എൻ്റെ മനസ്സിലങ്ങനെയായിരുന്നു. പക്ഷെ പപ്പന് തോന്നുന്നു ഒരു വിഷയമായിരുന്നു, ഒരു സാധാരണ സംഭവം പോലെ. ആ കടലാസ് അവിടെ കൊടുത്ത് ഈ കടലാസ് അവിടെ കൊടുത്തുണ്ട്, അങ്ങോട്ട് പോയിരുന്നു ഇങ്ങോട്ട് പോയെന്ന് പറഞ്ഞാലും കാര്യങ്ങൾ നടത്തുന്നതിൽ അവരുള്ളൊരു കഴിവ്. ഞങ്ങൾ തമ്മിൽ അത്ര വലിയ സുഹൃത്തുക്കളൊന്നും ആയിരുന്നില്ല, എന്നാലും ഞങ്ങൾ ചെറിയ സുഹൃത്തുക്കളായിരുന്നു. പോലീസ് കേസിൽ ഇടപെട്ടാലും അതുപോലെ തന്നെ കോടതിയിൽ പോയി ജാമ്യം എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിലും ഉള്ളൊരു മികവ്. അതുപോലെ തന്നെ എനിക്ക് ഉണ്ടായിരുന്ന നടത്തെന്ന് പറഞ്ഞാൽ മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ എങ്ങനെയൊക്കെ യാത്ര പോകും. അതുപോലെ ചിലപ്പോൾ പള്ളിക്കാവും, ചിലപ്പോൾ ശബരിമലയ്ക്കാവും, ചിലപ്പോൾ കാളയോട്ടേക്കാവും. പപ്പൻ, നാടിൻ്റെ പപ്പൻ ഈ നാടിനെ വിട്ടുപിരിഞ്ഞ് 4 വർഷം കഴിഞ്ഞു. പഴയന്നൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നല്ല ഇടപെടൽ നടത്തുകയും അതിലൊരാളായി നിന്ന് മുൻപന്തിയിലും പിന്നിലും എല്ലാം നിന്ന് ഈ പാർട്ടിയെ നയിക്കാൻ വേണ്ടി നല്ല ശ്രമം നടത്തിയ ഒരു സംഘമാണ്. നേരത്തെ ഇവിടെ എൽ സി സെക്രട്ടറി സൂചിപ്പിച്ച പോലെ ചെറുപ്രായം മുതൽ SFI ആയും DYFI ആയും അങ്ങനെ പാർട്ടിയുടെ നേതൃത്വ സ്ഥാനത്തുമെല്ലാം നിന്ന് പപ്പൻ നടത്തിയ ഇടപെടലെല്ലാം എക്കാലത്തും ഓർത്തിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. അന്ന് എനിക്ക് തോന്നുന്നു DYFIയുടെ ബ്ലോക്ക് നേതാവായി പപ്പനുള്ള സമയത്ത് ഒരു ചളിവെള്ളത്തിൽ കുളിക്കുന്ന ഒരു കാഴ്ച കാണാനായി. ഗ്രാമപഞ്ചായത്തിനെ നിരന്തരം കോൺഗ്രസ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ആ കൊടുക്കുന്ന വിഷയങ്ങളെല്ലാം പുച്ഛത്തോട് തള്ളിയ സമയത്ത് DYFI യുവജന സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത് ചളിവെള്ളത്തിൽ കപ്പ കൊണ്ട് വെള്ളം കോരി കുളിക്കുന്ന കാഴ്ച അന്ന് സോഷ്യൽ മീഡിയത്തെ സജീവല്ലെങ്കിലും നല്ലപോലെ അത് എല്ലാവരും ശ്രദ്ധിച്ച ഒരു സമരമായി. പിന്നീട് ജനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തിനും അധികാരം കൈമാറി കൊടുക്കുന്ന ഒരു കാഴ്ച കണ്ടു. ആ സമയത്ത് 2016 നടന്ന തെരഞ്ഞെടുപ്പിലാണ് നിയമസഭയിൽ അംഗമായി ഞാൻ ഇങ്ങോട്ട് വരികയും നേരത്തെ DYFIയുമായി ബന്ധപ്പെട്ട് പപ്പനും ഞാനെല്ലാം പ്രവർത്തിച്ചതിൻ്റെ പരിചയമുള്ളതുകൊണ്ട് ആ സമയം മുതൽ നല്ല പോലെ വികസന പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിനെയും ഗ്രാമപഞ്ചായത്തിനെല്ലാം ചേർത്ത്